അഹങ്കരിച്ചതിനൊക്കെ മനസ്സുകൊണ്ട് സ്വയം ക്ഷമ ചോദിക്കണം. എന്നിട്ട് ഒടുവിൽ അവൾ ഒടുങ്ങണം. മരണം മാത്രമേ ഇനി അവൾക്ക് രക്ഷയായി ഉള്ളൂ എന്ന് അവൾക്ക് ബോധ്യപ്പെടുന്ന നിമിഷം മാത്രം മരണം. അതാണ് അവൾക്കെതിരെയുള്ള എന്റെ മാസ്റ്റർ പ്ലാൻ. എന്നാൽ ആശയ്ക്ക് വകയുള്ള മറ്റൊരു കാര്യം കൂടി കേട്ടോ. ശാലിനി മാത്രമല്ല, ഈ സംഭവത്തോടുകൂടി സത്യഭാമ തകർക്കുന്നത് ശാലിനിയുടെ കുടുംബത്തെ കൂടിയാണ്. ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച വിഷ്ണു രക്തം ഛർദ്ദിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കുടുംബശ്രീ ശാരദയുടെ കുടുംബശ്രീ ഹോട്ടൽ ആ തറവാട് മുറ്റത്ത് കാണുമോ? വിഷ്ണു മരിച്ച സത്യഭാമ ആ നിമിഷം അത് കത്തിക്കും. എന്നിട്ട് അതിന്റെ ചിതാഭസ്മം എടുത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കും. ഒപ്പം കുടുംബശ്രീ ശാരദയുടെ വീടും. വിഷ്ണുവിന്റെ മരണത്തോടെ നടക്കാൻ പോകുന്ന ഇതൊക്കെയാ മോളെ. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഒന്ന് വേഗം ആ വിഷ്ണുവിന്റെ ജീവൻ ഒന്ന് പോയി കിട്ടണേന്ന് ഏത് പള്ളിയിൽ പോയാണ് ചിറ്റപ്പ ഞാനൊന്ന് മുട്ടിപ്പോയി പ്രാർത്ഥിക്കേണ്ടത്? എന്തും വഴിപാടാ കഴിപ്പിക്കേണ്ടത്? എന്തിന് ഞാൻ റെഡിയാ. ഇനി ജീവനെടുക്കാൻ കാലന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. ഒരു കണ്ണ് പോവുകയോ കയ്യോ കാലോ മുറിച്ചു മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും കത്തിപ്രയോഗം നടത്തിയാലും മതി. ശാലിനി കരയണം. ജീവിതകാലം മുഴുവൻ കരയണോ അവള്. മരിച്ച കൂടി വന്ന 6 മാസത്തേക്ക് കരച്ചിൽ കാണാം. അതിന് ഏത് കൊടിമൂത്ത ഇഷ്ടമാണെങ്കിലും അതങ്ങ് മറന്നേക്കും. അതാ മനുഷ്യൻ. പക്ഷെ കിടന്ന് നരകിച്ച് ഇഴഞ്ഞ് നിരങ്ങിയുള്ള ജീവിതമാകുമ്പോ മൊത്തത്തിൽ അതങ്ങ് അറ്റം വരെ നീളും. പിന്നെ ഒടുവിൽ പ്രാഗി അവള് തന്നെ അവനെ കൊല്ലും. അങ്ങനെ അങ്ങ് എഴുതി തള്ളണ്ട ചിറ്റപ്പ. ഇങ്ങനെയുള്ള എത്ര കടമ്പകൾ കടന്നവളാ ശാലിനി. നമ്മൾ എന്തൊക്കെ ചെയ്തു? മലമ്പാമ്പിന്റെ മുറിവ് കൂടുന്നത് പോലെ ഇത് വല്ലതും അവൾ കേശുന്നുണ്ടോ? അങ്ങനെ ഇങ്ങനെയൊന്നും ഒടുങ്ങുന്നവരല്ല വിഷ്ണുവും അവനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ശാലിനി. ദൈവങ്ങളെല്ലാം അവരുടെ പക്ഷത്താ. നമ്മുടെ കൂടെ നിൽക്കുന്ന ചാത്തനും മറുതിയൊന്നും കാര്യമായ രീതിയിൽ ഒരു കോണം ഉണ്ടാക്കുന്നില്ല. പിന്നെ ചിറ്റപ്പ അപ്പോഴുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കണേ. അവിടെ നിന്നുള്ള വാർത്ത കേൾക്കുമ്പോഴാ മനസ്സിനകത്തൊരു സന്തോഷവും സുഖവും ഒക്കെ തോന്നുന്നത്. പിന്നെ ചിറ്റപ്പൻ അവിടെ ഉണ്ടെന്നുള്ള ധൈര്യവും. എന്റെ ഈ ചിറ്റപ്പ എന്നുള്ള വിളി കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ സുസ്മിത മോളെയാ. അയ്യോ, ഞാൻ ചിറ്റപ്പന്റെ സുസ്മിത മോള് തന്നെയാ. സ്വഭാവം കൊണ്ട് സുസ്മിതയെ കടത്തിവെട്ടാൻ ശ്രമിക്കുന്നവളാ. അത് വിത്ത് വേറെ മോളെ. ഈ കരിമരുന്നിന്റെ പൊടി പോലെ ആളി പടരുന്ന ഒരിനം. ജയിലിൽ കിടന്ന് അർമാദിക്കുകയാണെന്നാ കേട്ടത്. കഴിഞ്ഞ ദിവസം ഒരു പണിയൊപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാരുടെ മൂക്കിന്റെ പാലം. വിഷ്ണുവിട്ട് ഉറങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് പോകും. കണ്ണടച്ച തെളിയുന്നത് ചോരയാ. ഞാൻ ഛർദിച്ചെന്റെ ചുടുചോര. പിന്നെങ്ങനെ ഉറങ്ങാൻ പറ്റാ? ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ചുറ്റും നമ്മളറിയാതെ പലതും നടക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ഇരകളാ. നോക്ക്, താൻ സൂക്ഷിക്കണം. എന്റെ ആയുസിന്റെ ബലം താനാന്നറിയുമ്പോ പിന്നീട് അവരുടെ നീക്കം തനിക്കെതിരെയായിരിക്കും. താൻ തോറ്റുപോരുത്. അങ്ങനെ ഒരു പേടി എനിക്കിപ്പുണ്ട്. സ്നേഹത്തെ തോൽപ്പിക്കാനുള്ള ഒരു ആയുധവും ഒരു യുദ്ധത്തിൽ പോലും ഉപയോഗിച്ചിട്ടില്ല വിഷ്ണുവേട്ടാ. പിന്നെങ്ങനെയാ നമ്മളെ ശത്രുക്കൾക്ക് പരാജയപ്പെടുത്താൻ പറ്റുന്ന? അവര് ശ്രമിക്കട്ടെ, ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മള് ആഴത്തിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഈ ഹൃദയം തുടിക്കുന്നത് വേറെ ആർക്കും വേണ്ടിയല്ലോ, എനിക്ക് വേണ്ടി മാത്രം. ആ ഒരു വിശ്വാസം ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എന്റെ വിൽ പവർ. തന്നിലേക്ക് എത്താനുള്ള എന്റെ മനസ്സിന്റെ ആഗ്രഹം അതാണോ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. പക്ഷെ എനിക്കുറപ്പുണ്ടായിരുന്നു എന്നിൽ നിന്നും പറിച്ചെടുത്ത എന്റെ വിഷ്ണുവേട്ടനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. തൊട്ടോ തൊട്ടില്ല എന്നുള്ള മട്ടില് മരണം കൺമുന്നിൽ നകന്നു പോയപ്പോ
എനിക്ക് മനസ്സിലായി താൻ ഇവിടെ നല്ല കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഒരുപാട് ഓടിയല്ലേ വിഷ്ണുട്ടാ, എന്നാ നമ്മുടെ ഈ ഓട്ടമൊന്ന് അവസാനിക്കുക? ചുമ്മാ ഓടടോ. ഇങ്ങനെ ഓടുമ്പോൾ നമുക്കറിയാലോ നമ്മളെ. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരു പുതു വെളിച്ചം നമുക്ക് മാത്രം തെളിയും. അത് കാണുന്നത് വരെ നമുക്കിങ്ങനെ ഓടാം, ഓടിക്കൊണ്ടേയിരിക്കാം. മാഡം, അധികം സംസാരിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അധിക നേരം ഇരിക്കാൻ പറ്റില്ലെന്ന് ആ പറഞ്ഞതിന്റെ അർത്ഥം. പുറത്തിരിക്കാം. പുറത്തിരുന്നാലും